എജ്യൂപോർട്ട് ഇംഗ്ലീഷ് ക്ലാസ്. ഞാൻ നിങ്ങളുടെ സ്വന്തം വർണ്ണ താമസാണ്. യെസ്, അപ്പം 4ാം ക്ലാസ്സിലെ മക്കളല്ലേ, നിങ്ങളാണല്ലോ ഈ ടെക്സ്റ്റ് ബുക്ക് ലാസ്റ്റ് പഠിക്കുന്നത്. എടാ, ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഏതൊക്കെ ലെസൺസ് ആണ് മിസ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് മിസ് എല്ലാ ദിവസവും ഒരുപാട് മെസ്സേജ് ആയിട്ടും കമൻ്റ് ആയിട്ടും ഒക്കെ കാണുന്നുണ്ട്. അപ്പം മക്കളുടെ ആ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു ആൻസർ ആയിട്ടാണ് മിസ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ വേഗം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്തേ. യെസ്, വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്തോ. എന്നിട്ട് എടാ, ഇനി നമ്മുടെ ക്ലാസ് ഉണ്ട് അല്ലേ, അതായത് നമ്മുടെ എജ്യൂപോർട്ടിൽ ഒരുപാട് ലൈവുകളൊക്കെ ഉണ്ട്. സോ ഈ ലൈവിൻ്റെ ഒക്കെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലല്ല, എന്തായാലും നോട്ട്സ് വേണം അല്ലേ. അപ്പോൾ അമ്മമാരാണ് കാണുന്നുണ്ടെങ്കിൽ നോട്ട്സ് എന്തായാലും വേണ്ടി വരും. എടാ, അല്ലെങ്കിൽ അമ്മമാരെ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നമ്മുടെ ഇതാ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കാണാം അല്ലേ, ക്ലാസ് 4 ആൻഡ് LSS എന്ന് പറഞ്ഞൊരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്താൽ നേരെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലേക്കാണ് എത്തുക കേട്ടോ. സോ ആ വാട്സപ്പ് കമ്മ്യൂണിറ്റിനകത്ത് എല്ലാ ക്ലാസ്സിൻ്റെയും നോട്ട്സ് നിങ്ങൾ ജോയിൻ ചെയ്യുന്ന തൊട്ടിട്ടുള്ള എല്ലാ നോട്ട്സും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് ഇനിയിപ്പോൾ എക്സാം ആയല്ലോ, ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഒരുപാട് നോട്ട്സ് ഒക്കെ വരാനുള്ളതാണ്. സോ അതൊന്ന് ആ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്ത് ഞാൻ ഇതൊക്കെ കിട്ടും കേട്ടോ. യെസ്, അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് നോക്കാം. ഏതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ്? എടാ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ദ ലോസ്റ്റ് ചൈൽഡ് ആൻഡ് എൽസ് ആൻഡ് ദ ഷൂ മേക്കർ. ഇതിൻ്റെ അകത്തുനിന്നാണ് നമുക്ക് കൂടുതലായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഏതെന്നാണ്? ലോസ്റ്റ് ചൈൽഡും എൽസ് ആൻഡ് ഷൂ മേക്കറിനാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. മിക്കവാറും നിങ്ങൾക്ക് എങ്ങനെയാണ്, ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സ്റ്റോറി ആയിരിക്കും, നമ്മൾ പഠിക്കാത്തൊരു സ്റ്റോറി ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ ഇതുവരെ പഠിക്കാത്തൊരു കഥ തരും. ആ സ്റ്റോറി വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു 4ഓ 5ഓ ചെറിയ സിമ്പിളായ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. അതിനുശേഷമാണ് നമ്മുടെ ഈ ഒരു ലോസ്റ്റ് ആയിരുന്നോ അല്ലെങ്കിൽ എൽസ് ആൻഡ് ഷൂ മേക്കറിനോ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ളത്. പിന്നെ നമ്മൾ 4ാം ക്ലാസ് ആയതുകൊണ്ടും ഓൾറെഡി LSSന് വേണ്ടിയിട്ട് കുറേ കുട്ടികൾ പ്രിപ്പയർ ചെയ്തു എന്നുള്ളതുകൊണ്ടും ഇതാ ഈ ലെസൺസിന്നും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങൾ ഇത്രയും ലെസൺസ് മാത്രം ഒന്ന് നോക്കി വെക്കുക. കവിതകളൊന്നും പഠിക്കേണ്ട, കവിതയെന്നൊന്നും അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നില്ല. എൽസ് ആൻഡ് ദ ഷൂ മേക്കർ, ലോസ്റ്റ് ചൈൽഡ്, ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. സീഡ് ഓഫ് ട്രൂത്ത് പിന്നെ നമുക്ക് അത്യാവശ്യം അറിയുന്നതല്ലേ, പിങ്കളയുടെ ലെസൺ അറിയുന്നതാണല്ലോ. അതും പേപ്പർ ബോർഡ്സ് അന്നയുടെ ലെസൺ, അതേപോലെ തന്നെ ഇവാൻ്റെ ലാംഗ്വേജ് ഓഫ് ബേർഡ്സും ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തുണ്ടാ തോട്ട്സും ഡയറിയും. ഒന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത തോട്ട്സ്, നമ്മൾ 4ാം ക്ലാസ്സുകാരായതുകൊണ്ട് തന്നെ നമ്മളുടെ അടുത്ത തോട്ട്സ് ആണ് കൂടുതലും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഷൂ മേക്കറിൻ്റെ തോട്ട്സ്, ഓക്കെ, ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഷൂ മേക്കറിൻ്റെ തോട്ട്സ്. അതേപോലെ തന്നെ നമ്മുടെ പിങ്കളയുടെ തോട്ട്സ് കണ്ടിട്ടുണ്ട്. പിങ്കളയുടെ തോട്ട്സ്, ഇവാൻ അല്ലേ ലാംഗ്വേജ് ഓഫ് ബേർഡ്സിലെ ഇവാൻ്റെ തോട്ട്സ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ മിക്കവാറും കാണാറുണ്ട്. അതുപോലെ തന്നെ പേപ്പർ ബോർഡ്സിലെ അന്നയും ചില്ലറ കാര്യമല്ല, പേപ്പർ ബോർഡ്സിലെ അന്നയുടെയും തോട്ട്സ് കാണാറുണ്ട് കേട്ടോ. പിന്നെ പസിലൊക്കെ ഈസി ആയിരിക്കും. നിങ്ങൾക്ക് ക്രോസ് വേർഡ് പസിലായിരിക്കും ഉണ്ടാവുക മിക്കവാറും, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ എന്തെങ്കിലും പസിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചിലപ്പം പോസ്റ്റർ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പോസ്റ്റർ കേട്ടോ, എന്തെങ്കിലും അല്ലേ, അതായത് ഈ ഒരു അല്ലേ ഷൂ മേക്കറിൻ്റെ ആ ഒരു ഷൂസിൻ്റെ ഷോപ്പിനെ കുറിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ലോസ്റ്റ് ചൈൽഡ് അല്ലേ, കുട്ടീനെ കാണാതായതിനെ കുറിച്ചിട്ടൊരു പോസ്റ്റർ ഉണ്ടാക്കാനോ, അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്ററിന് ചാൻസ് ഉണ്ട്. പിന്നെ റീഅറേഞ്ചിങ് ദ ഇവൻറ്റ്സ്, അതായത് നിങ്ങൾ ഈ സ്റ്റോറീൻ്റെ ഒക്കെ ഒരു ഇവൻ്റ് അല്ലേ, അതിൻ്റെ ഒരു ഓർഡർ നിങ്ങൾക്ക് അറിയാലോ, എങ്ങനെയാണ് കഥ നടക്കുന്നതിനുള്ള ഓർഡർ അറിയാലോ. അപ്പോൾ ആ ഓർഡർ കൃത്യമാക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അതിൻ്റെ ഓർഡർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി തിരിച്ചും മറിച്ചൊക്കെ തന്നിട്ടുണ്ടാവും. അപ്പോൾ അതിനൊന്ന് നമ്പർ ഇട്ട് കറക്റ്റ് ഓർഡർ ആക്കാൻ വേണ്ടിയും ചിലപ്പം ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെസൺസ്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. സോ ഇതിൻ്റെയൊക്കെ തന്നെയും ആൻസേഴ്സും അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസും നമ്മൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അപ്പം മക്കൾ എന്താ ചെയ്യണത്? നമ്മുടെ ലൈവ് ഉണ്ട് അല്ലേ, 27ാം തീയതി വൈകുന്നേരവും, അതേപോലെ 27th വൈകുന്നേരവും, 28ാം തീയതി അല്ലെങ്കിൽ 28th രാവിലെയും അല്ലേ നമ്മുടെ ലൈവുകളൊക്കെ ഉണ്ടാവും. അപ്പം മക്കൾ ആ ലൈവ് കണ്ടു കഴിഞ്ഞാൽ ഇതൊക്കെ സെറ്റാണ്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെടാ, അപ്പം എന്ത് ചെയ്യുക, സെറ്റല്ലേ, നിങ്ങൾ സെറ്റാണ്, പവർ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഓക്കെ റെഡി എന്ന് പറഞ്ഞ ഒരു തംസ് അപ്പ് ഒന്ന് വേഗം ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കട്ടെ വേഗം റെഡി ആണെന്നുള്ളത്. ലൈവിൽ വരാൻ മിസ്സേ, ഞങ്ങൾ പഠിക്കാൻ റെഡിയാണെന്ന് കുറേ പേര് ഓൾറെഡി ഇന്നലത്തെ മിനിയാന്നത്തെ ഒക്കെ ലൈവിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ റെഡി ആണല്ലോ അല്ലേടാ? അപ്പം നമുക്ക് ലൈവ് കാണാം.